Today we are discussing about the topic instantaneous center of rotation. So what do you mean by instantaneous center of rotation? It is a point on a member which another member rotate instantaneously or permanently. So this instantaneous center of rotation is applicable for the combined motion of translation and rotation. So what do you mean by combined motion of translation and rotation? So a ball is rolling on a horizontal surface without slipping is an example for combined motion of translation and rotation. So different positions of the ball is shown here. You have to take a ball that is placed on a horizontal ground. A point is marked that is A. Then the ball is rolling on the ground without slipping. The next position of the ball is here. The A will be shifted to, the center is marked as O. Then A will be shifted to here. Again the ball will be rotating. That point A will be shifted to here. Then again the ball will be rotating to the other position. The point of the ball A will be here. Then again it will rotate. There will be here. So a ball is rolling on a horizontal surface without slipping. The first position is over here. Then that position will be changed to here. So here it is a vertical line, here it is a horizontal line. So what happens to this OA? The OA will be is in rotation. So the body is rotating in the clockwise direction. So rotational motion is here. Then comparing this position and the last position of the body. Here OA is a vertical line, here also the OA is vertical line. So we have to displace this body from this position to this position. That is called translation. ഇവിടെ നോക്കുകയാണെങ്കിൽ O എന്ന് പറയുന്ന ബോഡിയുടെ അതേ പൊസിഷൻ തന്നെയാണ് ഇവിടെ. നമ്മൾ ഇവിടെ നിർത്തി ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കാം? ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഈ OAയും ഈ OAയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇവിടെ വെർട്ടിക്കൽ ആണെങ്കിൽ ഇവിടെ എന്താണ് ഹൊറിസോണ്ടൽ ആയി മാറി. സോ ഇറ്റ് ഈസ് എ റൊട്ടേഷൻ. ഇവിടെ അതുകൊണ്ടാണ് OA ഇവിടെ ഇരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ OA താഴോട്ടായി. സോ ഇറ്റ് വിൽ ആൾസോ ഇൻ റൊട്ടേഷൻ. സോ ദ ball roll on a horizontal surface without slipping is an example for the combined motion of translation and rotation. Translation ഉണ്ടാകും, അതുപോലെ റൊട്ടേഷനും ഒരേ ബോഡിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. ആ ബോഡിയുടെ വെലോസിറ്റി ഒക്കെ മെഷർ ചെയ്യുന്നതിന് നമുക്കൊരു മാർഗമാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ ഒരു ഇമാജിനറി സെന്റർ ആണ്. അപ്പൊ ആ സെന്ററിൽ നിന്നുകൊണ്ട് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഏതൊരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ഫിക്സഡ് പോയിന്റ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഒരു ഇമാജിനറി സെന്റർ ആയിട്ട് എടുക്കുന്നു. ആ ഇമാജിനറി സെന്റർ ആണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ. ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴെല്ലാം ഈ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ത് ചെയ്യുകയാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ബോഡിയുടെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എവിടെയാണോ ആ പോയിന്റിന്റെ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ദ പോയിന്റ് ഓഫ് സീറോ വെലോസിറ്റി. ആ സെന്റർ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് സീറോ വെലോസിറ്റി. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് സെന്ററുകളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലത്തിൽ ഒരു ഇൻസ്റ്റന്റേനിയസ് സെന്റർ ബോഡിയിൽ കണ്ടുപിടിക്കുന്നത്? സപ്പോസ് യു ഹാവ് ടു ടേക്ക് എ ബോഡി എ ബി എന്ന് പറയുന്ന ഒരു ബോഡി നമ്മൾ എടുക്കുന്നു. വി നോ ദ direction of velocities of A and B. A യുടെ വെലോസിറ്റി B യുടെ വെലോസിറ്റി നിങ്ങൾക്ക് അറിയാവുന്ന ഡയറക്ഷൻ ഓഫ് A and B are not. നമുക്ക് A യുടെ വെലോസിറ്റി അറിയാം, B യുടെ വെലോസിറ്റി അറിയാം. that are not parallel. ഇതെന്തല്ല, രണ്ട് വെലോസിറ്റി പാരലൽ ഡയറക്ഷൻ അല്ല. ഒന്ന് ഇങ്ങനെ പോകുന്നു, ഒന്ന് ഇങ്ങോട്ട് പോകുന്നു. then how will you identify the instantaneous center? എങ്ങനെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാം? You have to draw the perpendicular lines to the velocity VB and E. അപ്പൊ VA ഞാൻ എന്ത് വരയ്ക്കുന്നു? ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഞാൻ വരയ്ക്കുന്നു. അപ്പൊ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ 90 ഡിഗ്രി ലൈൻ ഞാൻ VA വെലോസിറ്റിക്ക് വരയ്ക്കുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടേക്കുന്നു. then VB then ഇങ്ങനെയാണ്. ഇതിന് 90 ഡിഗ്രി ഞാൻ ലൈൻ വരയ്ക്കുന്നു. സോ ആ 90 ഡിഗ്രി ലൈൻ നമ്മൾ നേരത്തെ വരച്ച VAക്ക് വരച്ച 90 ഡിഗ്രി ലൈൻ ഒരു കോമൺ പോയിന്റിൽ എന്ത് ചെയ്യും? ഇന്റർസെക്ട് ചെയ്യും. ആ കോമൺ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് സെന്റർ. Then how will you find out the magnitude of this velocity VA and VB? VAയുടെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കാണുക. എവിടാണോ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെന്റർ അവിടെ മുതൽ നമ്മൾ ഏത് പോയിന്റ് വെലോസിറ്റി ആണ് കാണുന്നത്? എയുടെ എ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ദാറ്റ് ഈസ് IA into angular velocity of that body. അപ്പോൾ റൊട്ടേഷൻ ഉണ്ട് ആ ബോഡിക്ക്, ആ റൊട്ടേഷന്റെ ആംഗുലാർ വെലോസിറ്റിയെ
ആ ബോഡിയുടെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ മുതൽ നമ്മൾ ഏത് പോയിന്റിന്റെ വെലോസിറ്റി ആണെന്ന് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കൊണ്ട് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വെലോസിറ്റി അറ്റ് പോയിന്റ്. അപ്പോൾ വി എ കാണണമെങ്കിൽ ഐ എ ഇൻറ്റു ഒമേഗ. അപ്പോൾ നമുക്ക് വി ബി ആണ് കാണുന്നതെങ്കിലോ ബിയിൽ നിന്ന് ഇൻസ്റ്റന്റേനിയസ് സെന്റർ വരെയുള്ള പോയിന്റ് എടുക്കുക, ദാറ്റ് ഈസ് ഐ ബി. ആ ഐ ബി ആംഗുലാർ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വി ബി ഈസ് ഈക്വൽ ടു ഐ ബി ഇൻറ്റു ഒമേഗ. അപ്പം ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏത് പോയിന്റിന്റെ ആണോ വെലോസിറ്റി കാണുന്നത് അവിടെ മുതൽ ഇൻസ്റ്റന്റേനിയസ് സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ആ ഡിസ്റ്റൻസിനെ അവിടുത്തെ ആംഗുലാർ വെലോസിറ്റി കൊണ്ട് എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ലീനിയർ വെലോസിറ്റീസ് ഓഫ് ഡിഫറെന്റ് പോയിന്റ്സ്. ഇനി ഒരു ബോഡി എടുക്കുന്നു എ ബി. ആ രണ്ട് ബോഡിയുടെയും വെലോസിറ്റികൾ പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബട്ട് ദ മാഗ്നിറ്റ്യൂഡ് ആർ ഡിഫറെന്റ്. പാരലൽ ആണ്, എന്നാൽ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. പാരലൽ ആണ്, മാഗ്നിറ്റ്യൂഡ് രണ്ട് ഡിഫറെന്റ് ആണ്. അപ്പൊ എയുടെ മാഗ്നിറ്റ്യൂഡ് കുറവും ബിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ കാണാം? ചെയ്യേണ്ടത് രണ്ട് വെലോസിറ്റി വെക്ടറുകളുടെ ടിപ്പിലെ ലൈനുകൾ തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. സോ യു ഹാവ് ടു ഡ്രോ എ ലൈൻ കണക്ടിങ് ദ ടിപ്പ് ഓഫ് ദ ടു വെലോസിറ്റീസ്. അപ്പൊ ആ രണ്ട് ലൈനുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. അതിനുശേഷം നമ്മുടെ ബോഡി ഉണ്ടല്ലോ എ ബി, ആ ബോഡിയുടെ പൊസിഷന് പാരലൽ ആയിട്ടൊരു ലൈൻ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈൻ നേരത്തെ നമ്മൾ വെലോസിറ്റി വെക്ടറുകളുടെ ടിപ്പിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് കാണും. ആ പോയിന്റാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൈൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ബോഡികളുടെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ബോഡിയിൽ തന്നെ വെലോസിറ്റികൾ രണ്ട് ഡിഫറെന്റ് ഡയറക്ഷനാണ്, ആന്റി പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എ ബി, ബിയുടെ വെലോസിറ്റി കൂടുതലാണ്, ദാറ്റ് ഈസ് 3 മീറ്റർ പെർ സെക്കൻഡോ വല്ലതും എടുക്കാം. എയുടെ മാഗ്നിറ്റ്യൂഡ് വളരെ കുറവാണ്, അത് നമ്മൾ എന്ത് ചെയ്തു? ആന്റി പാരലൽ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ കഴിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വെലോസിറ്റി നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെന്റർ കണ്ടുപിടിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വെലോസിറ്റി വെക്ടറുകളുടെ ടിപ്പുകൾ തമ്മിൽ ഒരു ലൈൻ ഉപയോഗിച്ച് നമ്മൾ ജോയിൻ ചെയ്യുക. ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത, ഈ ടിപ്പുകൾ തമ്മിലുള്ള വെലോസിറ്റികളുടെ ടിപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ ലൈൻ നമ്മുടെ ബോഡിയുടെ ലൈനുമായി ഇന്റർസെക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ആ മെമ്പറിന്റെ ലൈനുമായി ഇന്റർസെക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ആ പോയിന്റാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? ഇൻസ്റ്റന്റേനിയസ് സെന്റർ. എന്നിട്ട് ഇനി നമുക്ക് പഴയ രീതിയിൽ വെലോസിറ്റി അറ്റ് പോയിന്റ് ബി കാണണമെങ്കിൽ ഐ മുതൽ ബി വരെ ഡിസ്റ്റൻസിനെ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വെലോസിറ്റീസ് അറ്റ് പോയിന്റ് എ കാണണമെന്നുണ്ടെങ്കിൽ ഐ മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസിനെ അതിന്റെ ഒമേഗ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആംഗുലാർ വെലോസിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടുത്തെ എന്ത് കാണാം? വെലോസിറ്റി കാണാം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം. ഒരു റോളർ ഞാൻ രണ്ട് കൺവേർ ബെൽറ്റിന് ഇടയിലായിട്ട് വിളിക്കണം. ആദ്യത്തെ കൺവേർ ബെൽറ്റ് എ ബി മൂവ് വിത്ത് എ വെലോസിറ്റി ഓഫ് 3 മീറ്റർ പെർ സെക്കൻഡ് ഇൻ റൈറ്റ് വേർഡ് ഡയറക്ഷൻ. അവിടെ റോളർ ഞാൻ വെച്ചിരിക്കുന്നു. ആ റോളിന്റെ അടിഭാഗം ടച്ച് ചെയ്യുന്നത് മറ്റൊരു കൺവേർ ബെൽറ്റ് ആണ്. ആ കൺവേർ ബെൽറ്റിന്റെ വെലോസിറ്റി ഞാൻ 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പം ഒരു റോളെടുത്ത് രണ്ട് കൺവേർ ബെൽറ്റിന് ഇടയിലായി വെച്ചിരിക്കുകയാണ്. റോൾ എ ബി എന്ന് പറയുന്ന കൺവേർ ബെൽറ്റും സി ഡി എന്ന് പറയുന്ന കൺവേർ ബെൽറ്റും. എ ബി എന്ന് പറയുന്ന കൺവേർ ബെൽറ്റ് 3 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നു. സി ഡി എന്ന് പറയുന്ന കൺവേർ ബെൽറ്റ് 2 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നു. റോളർ എ ബിയിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് പി എന്നും ഈ റോളർ സി ഡിയിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് നമ്മൾ ക്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ആരുടെ വെലോസിറ്റി തന്നെയാണ്? എ ബിയുടെ വെലോസിറ്റി തന്നെയാണ്. കാരണം പി കോണ്ടാക്ട് ചെയ്യുന്ന കൺവേർ ബെൽറ്റ് എ ബിയിലാണ്. അപ്പൊ എ ബിയുടെ അതേ വെലോസിറ്റി തന്നെയാണ് ആർക്കുള്ളത്? പിക്കുള്ളത്. സോ ദ വെലോസിറ്റി ഓഫ് പി എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ ക്യൂ ടച്ച് ചെയ്യുന്നത് കൺവേർ ബെൽറ്റ് സി ഡി ആണ്. അതുകൊണ്ട് വെലോസിറ്റി ഓഫ് ക്യൂ എന്ന് പറയുന്നത് ആരുടെ വെലോസിറ്റി തന്നെയാണ്? കൺവേർ ബെൽറ്റ് സി ഡിയുടെ വെലോസിറ്റി എന്താണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. രണ്ട് വെലോസിറ്റിയും പാരലലും ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ കണ്ടുപിടിക്കാമെന്ന് അറിയാം. അപ്പൊ ഈ ഡയമീറ്റർ ഓഫ് ദിസ് റോളർ ഈസ് ടേക്കൺ ആസ് 0.4 സെന്റിമീറ്റർ. ഈ റോളറിന്റെ ഡയമീറ്റർ ഞാൻ എത്ര ആയിട്ട് എടുക്കുകയാണ്? 0.4 മീറ്റർ. സോറി, നോട്ട് സെന്റിമീറ്റർ, 0.4 മീറ്റർ ആയിട്ട് ഞാൻ ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ഡയമീറ്റർ ഓഫ് ദിസ് റോളർ, ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് പി ക്യൂ. പി ക്യൂ എന്ന് പറയുന്ന ലെങ്ത് നമ്മൾ എത്ര എടുത്തു? 0.4 മീറ്റർ. അപ്പൊ നമ്മൾ നോക്കി, ആദ്യം എന്ത് വരയ്ക്കണം? പി ക്യൂ എന്ന് പറയുന്ന ബോഡി നമ്മൾ ആദ്യം ഒന്ന് വരയ്ക്കണം. പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്. ക്യൂ, ഇതിന്റെ ലെങ്ത് നമുക്കറിയാം 0.4 മീറ്റർ ആണ്. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്യും. പിയുടെ വെലോസിറ്റി എത്ര ആണെന്ന് അറിയാം? ബി പി ഈസ് 3 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരയ്ക്കുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ്. ക്യൂവിന്റെ വെലോസിറ്റി നമുക്കറിയാം 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ക്യൂവിൽ നിന്ന് ഇതിന്റെ പാരലൽ തന്നെയാണ് ഒരു 2 മീറ്റർ പെർ സെക്കൻഡ് ലൈൻ ഞാൻ എന്ത് ചെയ്യുന്നു? വരയ്ക്കുന്നു. പക്ഷേ
പിയിൽ വരച്ചിരിക്കുന്ന ലൈനേക്കാൾ കുറവ് ലെങ്തുള്ള ലൈനാണ് വരയ്ക്കുന്നത്. കാരണം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്. എന്നാൽ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പാരലൽ. പാരലൽ ആകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കാണേണ്ടത്? ഇൻസ്റ്റന്റേനിയസ് ആൻഡ് ടിപ്പുകൾ, രണ്ട് വെലോസിറ്റിയുടെയും ടിപ്പുകൾ തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ആ ടിപ്പുകൾ ജോയിൻ ചെയ്യുന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിടുക. എന്നിട്ട് നമ്മുടെ ബോഡി മെമ്പർ ഉണ്ടല്ലോ പി ക്യു, ആ പി ക്യു എന്ന് പറയുന്ന മെമ്പറിന്റെ ലൈനും കൂടെ നമ്മൾ താഴോട്ട് എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ഒരു കോമൺ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യും. ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഇനി പി ക്യു എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്കറിയാം 0.4 ആണെന്ന്. എന്നാൽ ഐ ക്യു എനിക്കറിയത്തില്ല. അത് ഞാൻ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. ഇതാണ് കണ്ടുപിടിക്കുന്നത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അപ്പൊ നമുക്ക് വി പി എങ്ങനെ എഴുതാം? വി പി എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് പറഞ്ഞ എവിടെ വരെ എടുക്കണം? ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഐ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് അത് എത്രയാണ്? 0.4 പ്ലസ് എക്സ്. അപ്പൊ ആർ ഇൻറ്റു ഒമേഗ. ഒമേഗ നമുക്ക് അറിയാത്തോണ്ട് ഒമേഗ എഴുതുന്നു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ വി പി എത്രയാണ് നമുക്കറിയാം? എത്രയാണ്? 3. 3 ഈസ് ഈക്വൽ ടു ഇതാകത്ത് മൾട്ടിപ്ലൈ ചെയ്തു 0.4 ഒമേഗ പ്ലസ് എക്സ് ഒമേഗ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്ത നമുക്ക് ക്യൂലെ വെലോസിറ്റി കാണാം. ക്യൂലെ വെലോസിറ്റി നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ എങ്ങനെ നമുക്ക് ക്യൂലെ വെലോസിറ്റി എഴുതാൻ പറ്റും? ക്യൂലെ വെലോസിറ്റി ഡിസ്റ്റൻസ് ഇൻറ്റു ഒമേഗയാണ്. എവിടെ വരെയുള്ള ഡിസ്റ്റൻസ്? ഇൻസ്റ്റന്റേനിയസ് സെന്റർ മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഐ ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാം? എക്സ് ഇൻറ്റു ഒമേഗ. വി ക്യൂ എത്ര നമുക്കറിയാം? 2 ഈസ് ഈക്വൽ ടു എക്സ് ഒമേഗ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഈ എക്സ് ഒമേഗയുടെ വില 2 ആണ്. ഇതെടുത്ത് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? സോ 2 in 1. രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് ഒന്നിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഈസ് ഈക്വൽ ടു 0.4 ഒമേഗ പ്ലസ് എക്സ് ഒമേഗ. എക്സ് ഒമേഗ എത്രയാണ്? 2. Therefore 0.4 omega is equal to 3 minus 2. That is 0.4 omega is equal to 1. Therefore omega is equal to 1 by 0.4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗയുടെ വാല്യൂ എന്ത് കിട്ടും? എത്രയാണ്? 1 by 0.4 radians per second. ഓക്കെ. രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. അപ്പോൾ ഒമേഗയുടെ വാല്യൂ കിട്ടി. സോ ഒമേഗയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഈ രണ്ട് വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കും. അതായത് 3 മീറ്റർ പെർ സെക്കൻഡ് റൈറ്റിലോട്ടും ക്യൂ എങ്ങോട്ടുമാണ്? ലെഫ്റ്റിലോട്ടും. 2 മീറ്റർ പെർ സെക്കൻഡ് ആക്കി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ടിപ്പുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്യാം. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ഇൻസ്റ്റന്റേനിയസ് സെന്റർ, ടിപ്പുകൾ തമ്മിലുള്ള വെലോസിറ്റി വെക്ടറിനെ ടിപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. ഇത് തമ്മിൽ ഒരു കോമൺ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ആ ഇന്റർസെക്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു പോയിന്റ് അതൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്ത് കൊടുക്കാം? ഐ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് നോക്കി ഐ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം പി ക്യൂവിന്റെ മൊത്തം ഡിസ്റ്റൻസ് 0.4 ആണെന്ന്. അപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഐ പി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുത്താൽ ബാലൻസ് ഉള്ള ഡിസ്റ്റൻസ് എത്ര ആയിട്ട് വരും? 4 മൈനസ് എക്സ്. കാരണം പി ക്യൂ മൊത്തം 4 ആണ്. അതിൽ ഐ പി നമ്മളൊന്ന് എടുക്കുന്നത് എക്സ് ആയിട്ട് എടുത്താൽ ബാലൻസ് ഉള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 4 മൈനസ് എക്സ്. ഇവിടെ നമുക്ക് നോക്കാം വി പി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് വരും? വി പി ഇസ് ഈക്വൽ ടു ഐ പി ഇൻറ്റു ഒമേഗ. കാരണം പിയിലെ വെലോസിറ്റി നമ്മൾ കാണുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് സെന്റർ വരെ പി വരെയുള്ള ഡിസ്റ്റൻസിനെ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വി പി ഇസ് ഈക്വൽ ടു ഐ പി ഇൻറ്റു ഒമേഗ. വി പി എത്രയാണ്? 3. 3 is equal to I P എന്താണ്? x ഒമേഗ. ഇക്വേഷൻ നമ്പർ 1. അടുത്ത നമുക്ക് എഴുതാം വി ക്യൂ is equal to വരും ഐ ക്യൂ ഇൻറ്റു ഒമേഗ. ഐ ക്യൂവിന്റെ വില നമുക്ക് വി ക്യൂ അറിയാം 2 is equal to ഐ ക്യൂ. ഐ ക്യൂ എത്രയാണ്? ഐ മുതൽ ക്യൂ വരെ ഡിസ്റ്റൻസ് 4 മൈനസ് എക്സ്. സോ 4 മൈനസ് എക്സ് ഇൻറ്റു ഒമേഗ. ഇവിടെ നമുക്ക് 2 is equal to 4 ഒമേഗ മൈനസ് എക്സ് ഒമേഗ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. എക്സ് ഒമേഗയുടെ വാല്യൂ നമുക്ക് 3. അപ്പോൾ 1 എടുത്ത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 is equal to 4 ഒമേഗ മൈനസ് 3. അപ്പോൾ 4 ഒമേഗ is equal to മൈനസ് 3 അപ്പുറത്ത് പ്ലസ് 3 ആവും. 3 പ്ലസ് 2 എത്ര? 5. ഒമേഗ is equal to എത്ര വരും? 5/4. സോറി 4 അല്ലായിരുന്നു ഇവിടെ 0.4 മൈനസ് 6 അല്ലേ? സോറി 0.4 ആയിരുന്നു മൊത്തം. അപ്പോൾ 0.4 മൈനസ് 6. സോ 2 is equal to 0.4 മൈനസ് 6. സോ 0.4 ഒമേഗ മൈനസ് എക്സ് ഒമേഗ. അപ്പോൾ 2 is equal to 0.4 omega minus x omega. അപ്പോൾ 0.4 omega is equal to 2 plus x omega എന്നാവും. That is equal to 2 plus x omega യുടെ വില എത്രയാണ്? 3 അല്ലേ? x omega നമുക്ക് എത്രയാണ് കിട്ടിയത്? 3. That is 3. That is equal to 0.4 omega is equal to 5. Omega is equal to 5/0.4 radians per second.
അങ്ങനെ നമുക്ക് രണ്ടിടത്തെ എന്ത് കണ്ടുപിടിക്കാം, ആംഗുലാർ വെലോസിറ്റി ഒമേഗ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും.